വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ. വിഴിഞ്ഞത്തിൻ്റെ അടുത്ത സ്റ്റേജുകൾ 2-3 സ്റ്റേജ് വരുന്നത് നമുക്ക് ഈ ഒരു റോഡ് ചെന്ന് കയറിയാൽ ആ ഒരു സ്റ്റേജിൻ്റെ അവിടേക്ക് വരുന്നുണ്ടാവും. 45 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ തീരദേശം വിസിറ്റ് ചെയ്യുവാണ് വരുന്ന മെയ് 2-ാം തീയതി. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. ടെർമിനൽ 1-ൻ്റെ എൻട്രൻസിലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.2 കിലോമീറ്റേഴ്സിൽ നമുക്ക് നാഷണൽ ഹൈവേയിൽ എത്താൻ പറ്റും. അതായത് NH66 ഈ കണക്ഷൻ വരും. നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തലക്കോട് എന്ന് പറയുന്ന ആ ഒരു ജംഗ്ഷനിൽ ചെന്ന് കണക്റ്റ് ആവുന്നത് ഈ റോഡാണ്. നമുക്കിതാ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ വഴി കേട്ടോ. അതായത് വിഴിഞ്ഞത്തു നിന്ന് വരുമ്പോൾ നമ്മളത് തുറമുഖം കഴിഞ്ഞ് മുല്ലൂരിൻ്റെ ഇത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ചപ്പാത്ത് ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോകുമ്പോൾ നമുക്കൊരു 1 ഏക്കർ 32 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ആകുമ്പോൾ ചപ്പാത്ത് ജംഗ്ഷൻ വരും. അവിടെ നിന്ന് വലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ബാക്കി വിഷ്വൽസ് കാണാം. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ്. ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടുത്ത ഫേസുകളുടെ ഇനിയിപ്പം വർക്ക് സ്റ്റാർട്ടാവും. ആ രീതിയിൽ നല്ലൊരു ഡെവലപ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. വിഴിഞ്ഞം ബേസ് ചെയ്ത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ മിസ്സാക്കല്ലേ. മെയിനായിട്ട് ബിൽഡേഴ്സ് അതുപോലെ വില്ല പ്രോജക്ട്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എൻട്രൻസിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറി ചപ്പാത്തി ജംഗ്ഷനിലാണ് ഞാനെന്നുള്ളത്. ഈ ഒരു റോഡ് നമ്മുടെ ബീച്ച് റോഡ് ഏകദേശം അകത്തേക്ക് ഒരു 1/2 കിലോമീറ്റർ പോകുമ്പോൾ നമുക്കൊരു 1 ഏക്കർ 32 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ ആ ഒരു മെയിൻ ജംഗ്ഷനിൽ നിന്ന്, അതായത് ചപ്പാത്തി ജംഗ്ഷനിൽ നിന്ന് ചൊവ്വര ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അതായത് സോമതീരം റിസോർട്ടിൻ്റെയൊക്കെ പ്രൈവറ്റ് ബീച്ചുണ്ട്. ആ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മളൊക്കെ പണ്ട് സ്ഥിരം കുളിക്കാൻ പോകുന്ന, കടലിൽ കുളിക്കാൻ പോകുന്ന ഒരു റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരം, ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. നമുക്ക് നേരെ ബീച്ചിലേക്ക് പോകാം. വിഴിഞ്ഞത്തിൻ്റെ അടുത്ത സ്റ്റേജുകൾ 2-3 സ്റ്റേജ് വരുന്നത് നമുക്ക് ഈ ഒരു റോഡ് ചെന്ന് കയറിയാൽ ആ ഒരു സ്റ്റേജിൻ്റെ അവിടേക്ക് വരുന്നുണ്ടാവും. അതുപോലെ പുതിയ കപ്പൽച്ചാൽ നമ്മുടെ മരപ്പാലത്തേക്ക് കണക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം, ഏകദേശം ഒരു 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിലാണ് ആ ഒരു കപ്പൽച്ചാലും വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് വരുന്നത് മെയ് 2-ാം തീയതി പ്രൈം മിനിസ്റ്റർ വരുവാണ് വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനത്തിന്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്ത് റിയൽ എസ്റ്റേറ്റ് പരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പൂവാർ ഏരിയ ബേസ് ചെയ്തിട്ടൊക്കെ ഒത്തിരിയധികം വില്ല പ്രോജക്ട്സ് നമ്മുടെ തിരുവനന്തപുരത്തെ മിക്കവാറും എല്ലാ മേജർ ബിൽഡേഴ്സും സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. അതായത് വില്ലാസിനും ഫ്ലാറ്റിനുമായിട്ട് സ്ഥലം വാങ്ങിയിട്ടത് മാത്രമല്ല, പലയിടത്ത് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്ത് 50-നടുത്ത് വില്ലാസും 50 സെൻറ്റ് സ്ഥലത്ത് മൊത്തത്തിൽ ഫ്ലാറ്റുകളും വരുന്നുണ്ട്. അത് പൂവാർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ വില്ല പ്രോജക്ട്സ് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാം കേട്ടോ. നല്ല നീളം വാക്കിനാണ് കിടപ്പുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഏക്കർ 32 സെൻറ്റാണ് വരുന്നത്. ഈ പഴയ വീടെല്ലാം നമുക്കിതിനകത്തുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉടമ തന്നെ താമസമുണ്ട്. നമുക്കിങ്ങനെ ബാക്കിലേക്ക് ടോട്ടലായിട്ട് 1 ഏക്കർ 32 സെൻറ്റ് സ്ഥലമാണുള്ളത്. നമുക്ക് ഏകദേശം വിട്ട് വരുന്നത് ഒരു 20-22 മീറ്ററിൻ്റെ വിട്ടിൽ അങ്ങനെ തന്നെ അങ്ങ് ബാക്കിലേക്ക് പോവേ. പിന്നെ ഇത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ പിൻവശത്തേക്കുള്ള പ്ലോട്ടുകൾ ഇത്തിരി വഴിയില്ലാണ്ട് കിടക്കുന്ന, അതായത് ഇതുപോലൊരു മെയിൻ റോഡ് അക്സസ് ഇല്ലാണ്ട് കിടക്കുന്ന പ്ലോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറേ കൂടെ നെഗോഷിയേറ്റ് ചെയ്തൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമുക്കിത് അടുത്ത സ്റ്റെപ്പ് മുകളിലേക്കാണ് വരുന്നത്. ആ രീതിയിൽ ടോട്ടലായിട്ട് 1 ഏക്കർ 32 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. ഇപ്പോൾ ഒരു വില്ല പ്രോജക്റ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സൈഡിലൂടെ വഴി അങ്ങ് നീളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കിതിനെ ഓരോ തട്ടുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വീടുകൾ വയ്ക്കാം. ഇനി അതല്ല പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 9 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. അപ്പോൾ നമുക്ക് വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല ടോട്ടലായിട്ട് 1 ഏക്കർ 32 സെൻറ്റ് സ്ഥലമാണുള്ളത്. നമുക്ക് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 9 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. ഇത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അതായത് തട്ടായിട്ട് നമുക്ക് ഓരോ ലെവലുകളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരു റീറ്റെയിനിങ് വാളടിച്ച് ഈ രീതിയിൽ വില്ലാസ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് നമുക്കിവിടെ ഒരു
ഓപ്പർച്യൂണിറ്റി ഉള്ളത് നിങ്ങൾക്ക് റിസോർട്ടുകൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മേളിലോട്ടൊക്കെ ഏകദേശം ഒരു 10-50 ഏക്കർ എടുത്ത് പുതിയ റിസോർട്ടിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോമതീരം റിസോർട്ട് നമുക്കിവിടെ അടുത്താണ്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നൊരു ഏരിയയാണ്. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ ഒത്തിരി വരുന്നൊരു ഏരിയയാണ്. മെയിനായിട്ട് നമുക്കിനി ഇവിടെ നിന്ന് പെട്ടെന്ന് പൂവാറിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ട്. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ബീച്ച് നമുക്കിവിടെ നിന്ന് തൊട്ടടുത്താണ്. അതായത് 1 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ബീച്ചിലെത്താൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഇവിടെ നിറയെ റിസോർട്ട്സ് റണ്ണിങ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ സോമതീരം, നിരാമയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി അധികം റിസോർട്ട്സ് റണ്ണിങ് ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ റിസോർട്ട്സ് അത് ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. റോഡിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റും. വിഴിഞ്ഞത്തിൻ്റെ നമ്മുടെ പോർട്ടിൻ്റെ ആ ഒരു മെയിൻ എൻട്രിയിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം 3.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാം. ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് 9 ലക്ഷം രൂപയാണ്.